ഒടുക്കം സുപ്രീം കോടതിയുടെ ശാസനയ്ക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്കും പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇന്നലെ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് നടന്നു. കേസിലെ 11ാം പ്രതിയാണ് ശങ്കരദാസ്. ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടാത്തവരല്ലേ എന്നായിരുന്നു ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരനാണ് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സത്യം പറഞ്ഞാൽ ഈ വിഷയം കുറച്ച് സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിൽ സർക്കാരിന്റെ കൈകളും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനുള്ള ചില നിർണായക മൊഴികൾ അകത്തു കിടക്കുന്ന കേസിലെ പ്രധാന പ്രതികൾ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേവലം കുറച്ചു പേരിലേക്ക് മാത്രമായി ശബരിമല വിഷയം ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ മാത്രമാണ് ശങ്കരദാസ്. ഇപ്പോൾ തന്നെ കേസിലെ പ്രധാന പ്രതികൾ അകത്താണ്. അതായത് A പത്മകുമാർ, N വാസു, ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി. ഇപ്പോഴിതാ ശങ്കരദാസിന്റെയും അറസ്റ്റ് നടന്നു കഴിഞ്ഞു. ഇങ്ങനെ 11 പേരുടെ അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നത്. കൂടാതെ ഒരു മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ വരെ കഴിഞ്ഞു. മന്ത്രിയുടെ കൂടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പ്രശാന്തിനെ ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിലാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിന് പിന്നാലെ സ്റ്റേറ്റ്മെന്റ് എടുക്കൽ പൂർത്തിയായെന്നും ഇനി SITക്ക് മുന്നിൽ പോകേണ്ടി വരില്ല എന്നുമാണ് പ്രശാന്ത് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്നാൽ പ്രശാന്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ടെന്നാണ് SITയുടെ വാദം. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെയൊന്നും നേരിട്ട് പരിചയമില്ല എന്നാണ് പ്രശാന്ത് മൊഴി നൽകിയിരുന്നത്. ഇതിനൊക്കെ പിന്നാലെ ശബരിമല ദ്വാരപാലക ശില്പപ്പാളി കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. നിലവിൽ കട്ടിലപ്പാളി കടത്തിയ കേസിലാണ് തന്ത്രി അകത്ത് കിടക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് സൂചന. ഇങ്ങനെ ഓരോരോ കള്ളികൾ വെളിച്ചത്താകുമ്പോൾ ഇനി ആരുടെയൊക്കെ പേരുകൾ ഏതൊക്കെ മന്ത്രിമാർ അകത്ത് കിടക്കുമെന്നാണ് കേരള രാഷ്ട്രീയം നോക്കുന്നത്. ഭക്തരുടെ വികാരം മാനിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി നേതാക്കളെ തിക്കിക്കയറ്റി ദേവസ്വം ബോർഡിനെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നതാണ് ഇടതിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇടത് സർക്കാരിന് ഒരു തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്.